കാലം കാത്തുവച്ച നിയോഗമെന്നോണം ആ ദിവസം കടന്നുവന്നു. ഭയത്തിന്റെയും പ്രതികാരത്തിന്റെയും നിഴലുകൾ തെരുവുകളിൽ നീണ്ടുനിന്നു. ഒരു ജീവന്റെ അസ്തമയം പല ചോദ്യങ്ങൾ ബാക്കിയാക്കി. നിശബ്ദതയുടെ ഭാരത്തിൽ ആ ഗ്രാമം തലകുനിച്ചു. കാലത്തിന്റെ വിധി പോലെ തോന്നിയ ആ സംഭവം അനവധി കഥകൾക്ക് വിരാമം കുറിച്ചു. വാളിന്റെ നിഴലിൽ ജീവിതം പണിതവൻ ഒടുവിൽ അതേ നിഴലിന്റെ ഇരുട്ടിൽ അപ്രത്യക്ഷനായി. ഭയത്തെ ആയുധമാക്കിയവന്റെ അന്ത്യം ഭയത്തിന്റെ മറ്റൊരു മുഖം തന്നെ കുറിച്ചു. വിശ്വാസത്തെക്കാൾ വഞ്ചനയ്ക്ക് വില കൂടിയ ലോകത്ത് സ്വന്തം കൂട്ടത്തിന്റെ കൈകളാൽ അവൻ വിധിക്കപ്പെട്ടു. അതൊരു കൊലപാതകം മാത്രമായിരുന്നില്ല. അധോലോകം സ്വന്തം നിയമങ്ങൾ നടപ്പാക്കിയ ഒരു രാത്രിയായിരുന്നു അത്. ആരംഭിക്കാം കുറ്റവും ശിക്ഷയും. ഇടുക്കിയുടെ മഞ്ഞുമൂടിയൊരു പ്രഭാതത്തിൽ ഒരു മൃതദേഹം കണ്ടെത്തി. പായയിൽ പൊതിഞ്ഞുകിടന്ന ആ ശരീരത്തിന്റെ മുഖം തിരിച്ചറിഞ്ഞ നിമിഷം പോലീസും നാട്ടുകാരും ഞെട്ടി. കൊല്ലപ്പെട്ടത് ആരാണ്? അവരുടെ മുഖത്തെ ഭയത്തിന്റെ അർത്ഥമെന്താണ്? ഇടുക്കിയുടെ മഞ്ഞണിഞ്ഞ മലനിരകളിൽ വീണ്ടും ചോരയുടെ മണം. കേടായ ഇറച്ചിയാണെന്ന് പറഞ്ഞവർ ആ പ്ലാസ്റ്റിക് പായിൽ കെട്ടി ഉപേക്ഷിക്കുമ്പോൾ അതിനുള്ളിൽ നാടിനെ വിറപ്പിച്ച ഒരു ഗുണ്ടയുടെ മൃതദേഹമായിരുന്നു. ജനുവരി മാസമാണ്. മൂലമറ്റത്ത് നല്ല തണുപ്പും. അതിരാവിലെ സ്ഥിരമായി അതുവഴി കടന്നുപോകുന്നവർ. പക്ഷേ അവരാരും തേക്കിൻകൂപ്പിന് സമീപത്തേക്ക് നോക്കിയില്ല. മഞ്ഞു വീണ പുൽനാമ്പുകളിൽ ചോര പടർന്നിരുന്നു. ട്രാൻസ്ഫോമറിന് സമീപമാണ് പായിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം. കാഞ്ഞാർ പോലീസ് സ്റ്റേഷന് മുന്നിൽ അയാൾ ഓട്ടോറിക്ഷ നിർത്തി. അകത്തേക്ക് കയറണോ എന്ന് ഒരുപാട് തവണ ആലോചിച്ചു. ഒടുവിൽ വണ്ടി അവിടെ നിർത്തി ദേഹത്തെ കാക്കി ഷർട്ട് അഴിച്ച് ഡ്രൈവിംഗ് സീറ്റിലേക്കിട്ട് അയാൾ അകത്തേക്ക് നടന്നു. മുഖത്ത് ഭയം. ചുണ്ടുകളും കൈകളും വിറയ്ക്കുന്നുണ്ട്. ഇല്ല, കയറുന്നില്ല. നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ അച്ഛനുണ്ട്. തന്റെ സംശയം അച്ഛനോട് പറയാം. മകന്റെ മുഖത്തെ ഭയം അച്ഛന് മനസ്സിലായി. അയാൾ കാര്യം തിരക്കി. ഭയം നിഴലിക്കുന്ന മുഖവുമായി ആ സംഭവം വിവരിച്ചു. എന്റെ വണ്ടിയിൽ കുറച്ചുപേർ കയറിയിരുന്നു. അവരുടെ കയ്യിൽ പായിൽ പൊതിഞ്ഞ എന്തോ ഒന്ന്. ഞാൻ ചോദിക്കും മുന്നേ തന്നെ അവർ അത് അഴുകിയ പന്നിയുടെ മാംസമാണെന്ന് പറഞ്ഞു. പക്ഷേ പന്നിയുടെ മാംസമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞെട്ടലോടെയാണ് അച്ഛനത് കേട്ടത്. അത് അവർ എവിടെ ഉപേക്ഷിച്ചു എന്ന ചോദ്യത്തിന് മൂലമറ്റത്തെ തേക്കിൻകൂപ്പിന് സമീപമെന്ന് അയാൾ ഉത്തരം പറഞ്ഞു. അവരെ കണ്ടാൽ തിരിച്ചറിയുമോ? അതിന് മറുപടിയില്ലാതെ അയാൾ പകച്ചു നിന്നു. അച്ഛനുടൻ ഫോൺ എടുത്തു. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അയാൾ കാര്യങ്ങൾ വിവരിച്ചു. പോലീസ് ജീപ്പിന്റെ സൈറൻ മുഴങ്ങി. പോലീസ് ജീപ്പിന്റെ വെളിച്ചം ഇരുട്ടിനെ കീറി മുറിച്ചു പോകുമ്പോൾ കൊലയാളികൾ ഇരുട്ടിലേക്ക് മറഞ്ഞിരുന്നു. ആരാണ് കൊല്ലപ്പെട്ടത്? ആ ചോദ്യത്തിലേക്കാണ് ഇനി. ജീവിച്ചിരിക്കുമ്പോൾ പലരെയും ഭയപ്പെടുത്തിയ മനുഷ്യൻ മരിച്ചപ്പോൾ സ്വന്തം ശരീരം പോലും തിരിച്ചറിയാനാകാത്ത വിധം വികൃതമാക്കപ്പെട്ടിരുന്നു. ഇടുക്കിയിൽ കണ്ടെത്തിയ ആ മൃതദേഹം ഒരു സാധാരണ കൊലപാതക കേസല്ലായിരുന്നു. പ്രതികാരവും വൈരാഗ്യവും ചോരയും നിറഞ്ഞ ഒരു കഥയുടെ തുടക്കമായിരുന്നു. പോലീസ് അവിടെ എത്തി. പോലീസ് എത്തിയതും അവിടെ നാട്ടുകാർ കൂടി. ആ ഫോൺ കോൾ ശരിയാണ്. ട്രാൻസ്ഫോമറിനടുത്ത് പായിൽ പൊതിഞ്ഞ എന്തോ ഒന്ന് കിടക്കുന്നുണ്ട്.
പോലീസ് ആളുകളെ മാറ്റി അവിടേക്കെത്തി. 2 കാലുകൾ പായുടെ പുറത്തേക്ക് തള്ളിക്കിടക്കുന്നു. ആ കാഴ്ച തന്നെ നാട്ടുകാരെ ഞെട്ടിച്ചു. പോലീസ് അടുത്തേക്കെത്തി പായ മാറ്റി നോക്കി. പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ ആ മൃതദേഹത്തിൽ നിന്ന് ഒരു കൈ വെട്ടിമാറ്റിയിരിക്കുന്നു. പോലീസ് അയാളുടെ മുഖത്തേക്ക് നോക്കി. 3 ദിവസത്തെ പഴക്കം വരും മൃതദേഹത്തിന്. പോലീസിന് ആളെ മനസ്സിലാകും മുന്നേ നാട്ടുകാർക്ക് ആരെന്ന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അയാളുടെ മുഖം ആ നാട്ടുകാർക്ക് ഭയം നിഴലിക്കുന്ന ഓർമ്മയാണ്. ആ മൃതദേഹം കുപ്രസിദ്ധ ഗുണ്ട കാപ്പ കേസ് പ്രതി സാജൻ സാമുവലിന്റേതാണ്. കൂടി നിന്നവരെല്ലാം പരസ്പരം സാജൻ എന്ന് പറഞ്ഞു. പോലീസുകാരും പരസ്പരം നോക്കി. അതെ, സാജൻ തന്നെയാണ്. കൊലപാതകമാണെന്നതിൽ സംശയമില്ല. അതിക്രൂരമായാണ് സാജനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. തലയുടെ വലതുവശത്ത് നല്ല പരിക്കുണ്ട്. നെറ്റിയിൽ ആഴത്തിലുള്ള മുറിവ്. ഒപ്പം കൈയും വെട്ടിയെടുത്തിരിക്കുന്നു. സാജൻ കൊല്ലപ്പെടാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ ഏറെയാണ്. അത് നാട്ടുകാരുടെ സംസാരങ്ങളിൽ നിന്ന് തന്നെ വ്യക്തവും. ഇനി പോലീസിന്റെ ഊഴമാണ്. സാജനെ കൊലപ്പെടുത്തിയതാരാണ്? എന്തായിരുന്നു കൊലയ്ക്ക് കാരണം? പോലീസ് ആ പരിസരമൊന്ന് പരതി. പ്രതികൾ മൃതദേഹം വലിച്ചെറിഞ്ഞു പോയതല്ല. സാജന്റെ മൃതദേഹം കുഴിച്ചിടാനുള്ള ശ്രമം പ്രതികൾ നടത്തിയിരുന്നു. അത് നടക്കാതെ പോയതോടെയാണ് മൃതദേഹം അവിടെ ഉപേക്ഷിച്ചത്. ശത്രുക്കളെ എണ്ണിത്തീർക്കാൻ കഴിയാത്ത ജീവിതമായിരുന്നു സാജൻ സാമുവലിന്റേത്. ഓരോ കേസും ഓരോ ആക്രമണവും അയാൾക്ക് പുതിയ വൈരികളെ സമ്മാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മൃതദേഹം കണ്ടെത്തിയ നിമിഷം മുതൽ സംശയ പട്ടികയിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നാൽ ആ പട്ടികയിൽ നിന്ന് യഥാർത്ഥ കൊലയാളികളെ കണ്ടെത്തുകയാണ് ഇനി പോലീസിന് മുന്നിലുള്ള വെല്ലുവിളി. ആരാണ് സാജൻ സാമുവൽ? കുപ്രസിദ്ധ ഗുണ്ടയും കൊലക്കേസ് പ്രതിയുമായ മേലുകാവ് എരുമാപ്ര പാറശ്ശേരിയിൽ സാജൻ സാമുവൽ, 47 വയസ്സ്. 2018 മെയ്യിൽ കോതമംഗലം മരിയ ബാറിൽ വലിയ പാറപ്പുറത്ത് 27 വയസ്സുള്ള ബിനു ചാക്കോയെ കൊല ചെയ്ത കേസിലെ പ്രതിയാണ് സാജൻ സാമുവൽ. ബാറിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ് കത്തിക്കുത്തുണ്ടായത്. മുട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ബാറിലും ഇയാൾ കത്തിക്കുത്ത് നടത്തിയിട്ടുണ്ട്. ഈ കേസിലും വിചാരണ നടന്നുവരികയായിരുന്നു. നാട്ടുകാർക്ക് നേരെയും സാജന്റെ പരാക്രമമുണ്ടായിരുന്നു. 2022 ഫെബ്രുവരിയിൽ മുട്ടം ബാറിന് സമീപം ഗതാഗത തടസ്സമുണ്ടാക്കി കാർ പാർക്ക് ചെയ്ത സാജനോട് കാർ മാറ്റിയിടാൻ നാട്ടുകാർ പറഞ്ഞു. എല്ലാവരും പേടിക്കുന്ന തന്നോട് കാർ മാറ്റിയിടാൻ പറയാനുള്ള ധൈര്യം ഉണ്ടായോ എന്ന മട്ടിലായി സാജൻ. നാട്ടുകാരുടെ നേരെ സാജന്റെ കാർ പാഞ്ഞു. നാട്ടുകാരെ ഇടിക്കാൻ ശ്രമിക്കുകയും
അവർക്ക് നേരെ തോക്കെടുത്ത് നിറയൊഴിക്കുകയും ചെയ്തു. തുരുതുര വെടിപൊട്ടിയെങ്കിലും പക്ഷേ ആർക്കും പരിക്കേറ്റില്ല. പോലീസ് അന്വേഷിച്ചെത്തി. പക്ഷേ ആരും പരാതിപ്പെടാനും തയ്യാറായില്ല. സിനിമകളിൽ കാണുന്ന തനി വില്ലൻ സ്റ്റൈൽ. പരാതിയില്ലാത്തതുകൊണ്ട് പോലീസ് കേസുമെടുത്തില്ല. കോട്ടയം ജില്ലയിലെ പൊൻകുന്നം, മരങ്ങാട്ടുപള്ളി, മേലുകാവ്, പാല, കാഞ്ഞിരപ്പള്ളി എന്നീ പോലീസ് സ്റ്റേഷനുകളിലും എറണാകുളം ജില്ലയിലെ കോതമംഗലം, മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലും ഇടുക്കി ജില്ലയിലെ കട്ടപ്പന, മുട്ടം, തൊടുപുഴ എന്നീ സ്റ്റേഷനുകളിലും ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ സാജൻ പ്രതിയാണ്. 2022 ഓഗസ്റ്റിൽ കപ്പ കേസ് ചുമത്തി സാജനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് സാജനില്ല. ചെയ്തു കൂട്ടിയ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് കിട്ടിയ മറുപടിയാണോ? ആണെന്നാണ് നാട്ടുകാരുടെ വാദം. പക്ഷേ പോലീസിന് പ്രതികളെ കണ്ടെത്തണം, തെളിവുകൾ വേണം. സാജനെ കൊന്നത് ആര് എന്ന ചോദ്യം, അതിനുള്ള ഉത്തരം കണ്ടെത്തുക അത്ര എളുപ്പമായിരുന്നില്ല. കാരണം അയാൾക്ക് ശത്രുക്കൾ കുറവായിരുന്നില്ല. എന്നാൽ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടവും പോലീസിനെ ഒരേ സംഘത്തിലേക്ക് തന്നെയാണ് എത്തിച്ചത്. ഒടുവിൽ പ്രതികൾ പിടിയിലായപ്പോൾ അവർ പറഞ്ഞ ഒരു വാചകം കേട്ടപ്പോൾ അത് കേസിന്റെ മുഴുവൻ കഥയും മാറ്റിമറിച്ചു. ഭയം കൊണ്ടാണ് സാർ, ഭയം കൊണ്ടാണ് ഞങ്ങൾ സാജനെ കൊന്നുകളഞ്ഞത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. സാജന് ശത്രുതയുള്ളവർക്ക് നേരെ പോലീസ് ഉദ്യോഗസ്ഥർ മാപ്പ് വെച്ച് പരിശോധിക്കുന്നു. ഓട്ടോ ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നു. അയാൾ അന്ന് നടന്നത് കൃത്യതയോടെ പോലീസിനോട് പറഞ്ഞു. കോട്ടയം മേലുകാവ് എരുമപ്രയിൽ നിന്നാണ് പ്രതികൾ ഓട്ടോയിൽ കയറിയത്. മൃതദേഹം തള്ളിയത് 25 കിലോമീറ്റർ അകലെയും. തൊടുപുഴ ഡിവൈഎസ്പി ഇമ്മാനുവൽ പോൾ, കാഞ്ഞാർ SHO ശ്യാംകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതികളിലേക്കുള്ള ലീഡ് തേടി. മയക്കുമരുന്ന് മാഫിയയുമായും സാജന് ബന്ധമുണ്ടായിരുന്നു. +2 വിദ്യാർത്ഥികളെ വരെ ഇയാൾ ലഹരി വലയിൽ വീഴ്ത്തിയിരുന്നതായി വിവരങ്ങൾ ലഭിച്ചു. ഓട്ടോ ഡ്രൈവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സാജന്റെ ശത്രുക്കളിലേക്ക് പോലീസ് എത്തി. പലയിടങ്ങളിലായി റെയ്ഡ് നടന്നു. ലഹരി മാഫിയ സംഘങ്ങളെയും പഴയ ക്രിമിനലുകളെയും നിരീക്ഷിക്കുന്നു. മൊബൈൽ ടവർ ലൊക്കേഷനുകൾ ട്രാക്ക് ചെയ്യുന്നു. ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക തന്നെയായിരുന്നു കൊലയ്ക്ക് പിന്നിൽ. സാജനെ നിരീക്ഷിക്കാനും വകവരുത്താനും വലിയൊരു സംഘം തന്നെ പ്രവർത്തിച്ചു. അന്വേഷണം നീണ്ടത് 8 പേരടങ്ങുന്ന ഒരു കൊലയാളി സംഘത്തിലേക്ക്. അവിടെ പോലീസിന് തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പൊടുന്നനെ 8-ൽ 7 പേർ കസ്റ്റഡിയിൽ. സാജനെ കൊന്നത് ഞങ്ങളാണ് സാറെന്നവർ ഏറ്റുപറഞ്ഞു. എന്തിനെന്ന പോലീസ് ചോദ്യത്തിന് പ്രതികൾ നൽകിയ ഉത്തരം ഞെട്ടിക്കുന്നതായിരുന്നു. ഭയം കൊണ്ടാണ് സാർ, ഭയം കൊണ്ടാണ് ഞങ്ങൾ സാജനെ കൊന്നത്. പ്രതികളെ മുഖംമൂടി ധരിപ്പിച്ച് കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പിനായി എത്തിക്കുന്നു. നാട്ടുകാർ കൂടി. പക്ഷേ
സാധാരണ കൊലക്കേസ് പ്രതികളെ എത്തിക്കുമ്പോഴുള്ള നാട്ടുകാരുടെ ബഹളങ്ങളോ പ്രതിഷേധങ്ങളോ അവിടെ ഉണ്ടായില്ല. കാരണം കൊല്ലപ്പെട്ടത് നാട്ടുകാർക്കെന്നും തലവേദനയായിരുന്ന ഒരു ഗുണ്ടയാണ്. പ്രതികൾ ഓരോന്നും പോലീസിനോട് വിശദീകരിച്ചു. മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്തുള്ള കനാലിൽ വാക്കത്തി എറിഞ്ഞുവെന്ന് പ്രതികൾ മൊഴി നൽകി. ശക്തമായ ഒഴുക്കുള്ള കനാലിൽ പോലീസ് ഇറങ്ങി വാക്കത്തി തിരയുക റിസ്ക്കുള്ള കാര്യമാണ്. പോലീസ് മൂലമറ്റം ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി കനാലിൽ നോക്കി. വെള്ളത്തിന്റെ ഒഴുക്ക് കുറയ്ക്കണം. അതിനായി ഉദ്യോഗസ്ഥർ കനാലിലേക്ക് ഇറങ്ങി. ഒഴുക്ക് കുറച്ചു. വാക്കത്തി അവിടെയുണ്ട്. പോലീസും ഫയർഫോഴ്സും ചേർന്ന് വാക്കത്തി കണ്ടെത്തി. സാജന്റെ ഇടത് കൈ വെട്ടിമാറ്റാൻ ഈ വാക്കത്തിയാണ് ഉപയോഗിച്ചത്. തെളിവുകൾ കിട്ടി. ഇനി സാജനെ എങ്ങനെ കൊന്നു, എന്തിനു കൊന്നു? പ്രതികളിലേക്ക് ചോദ്യശരങ്ങൾ. സാജൻ സാമുലിന്റെ കഥ ഭയവും പകയും ചേർന്ന മനുഷ്യബന്ധങ്ങളുടെ തകർച്ചയുടെ കഥയായിരുന്നു. ഒരു കാലത്ത് സുഹൃത്തുക്കളായിരുന്നവർ തന്നെ അവനെതിരെ തിരിഞ്ഞു എന്നതാണ് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അവസാനം തെളിഞ്ഞത് ഒരു ആസൂത്രിത കൊലപാതകമല്ല, മറിച്ച് ഭയം നിയന്ത്രിച്ചൊരു കൂട്ടപ്രതികാരമായിരുന്നു എന്നതാണ് വസ്തുത. സാജൻ സാമുവൽ സുഹൃത്താണ്. പ്രതികൾ പോലീസിന്റെ ചോദ്യങ്ങളോട് ഉത്തരം പറഞ്ഞു തുടങ്ങി. കോട്ടയം മേലുകാവ് എരുമപ്രയിൽ ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിലേക്ക് സാജൻ എത്തി. ഞങ്ങൾക്കിടയിൽ സൗഹൃദവും തർക്കവും ഉണ്ടായിരുന്നു. കൊലപാതകം നടന്ന ദിവസം സാജൻ മദ്യപിച്ചിരുന്നു. ഞങ്ങൾ ജോലി ചെയ്തിരുന്ന പള്ളിയുമായി ബന്ധപ്പെട്ട് തർക്കം ഉടലെടുത്തു. പൊടുന്നനെ സാജൻ വാക്കത്തിയെടുത്തു. ഇതാണ് സാജന്റെ സ്വഭാവം. പൊടുന്നനെ തർക്കിക്കുകയും അതിൽ ദേഷ്യം അതിരുകടക്കുകയും ചെയ്യും. പള്ളിയുടെ പേരിലുള്ള തർക്കം മൂർച്ഛിച്ചപ്പോൾ സാജൻ പ്രതികളിൽ ഒരാൾക്ക് നേരെ കത്തി വീശി കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. പ്രതികളിൽ എല്ലാവർക്കും ഭയം തോന്നി. പക്ഷേ സാജൻ വാക്കത്തിയുമായി അപ്പോൾ തന്നെ ഇറങ്ങിപ്പോയി. പ്രതികൾക്ക് സാജനോട് പക കൂടി, ഒപ്പം ഭയവും. കുറച്ചു കഴിഞ്ഞതും സാജൻ തിരികെ എത്തി. കയ്യിൽ വാക്കത്തി ഉണ്ടായിരുന്നു. ആ വാക്കത്തിയുമായി സാജൻ ഒരു മുറിയിലേക്ക് കയറി അവിടെ കിടന്നു. വാക്കത്തിയും കെട്ടിപ്പിടിച്ചാണ് സാജൻ കിടന്നത്. തിരികെ വന്ന് അധികാരത്തോടെ മുറിയിൽ കയറി കിടന്ന സാജനോട് ദേഷ്യം തോന്നിയ പ്രതികളിൽ ഒരാൾ സാജൻ കിടന്ന മുറിയിലേക്ക് കയറി. ഒരു വലിയ കല്ല് സാജന് മുകളിലേക്ക് ഇട്ടു. പൊടുന്നനെ കൂടെയുണ്ടായിരുന്ന ഒരാൾ മരമുട്ടിക്കൊണ്ട് സാജന്റെ തലയ്ക്കടിച്ചു. ആ അടിയിൽ തറയിൽ ചോര ചിതറി. എല്ലാവരും ചേർന്ന് സാജനെ ക്രൂരമായി മർദ്ദിച്ചു. പ്രതികൾക്ക് നേരെ വീശിയ വാക്കത്തിയെടുത്ത് സാജന്റെ വലത് കൈ വെട്ടിയെടുത്തു. പോലീസിന്റെ ചോദ്യങ്ങളിൽ പകയുടെയും ദേഷ്യത്തിന്റെയും നിഴലുകൾ പതിച്ചിട്ടില്ലേ എന്ന ചോദ്യത്തിന് അവർ ഒന്നും മിണ്ടിയില്ല. പിന്നീട് ഉത്തരം പറഞ്ഞു. ഞങ്ങൾ ഭയന്നിട്ടാണ് സാജനെ കൊന്നത്. ഞങ്ങളെ സാജൻ കൊല്ലുമെന്ന ഭയത്തിൽ സാജനെ ഞങ്ങൾ കൊന്നു. പ്രതികൾ പോലീസിന് മൊഴി നൽകി. പ്രതികളിൽ ഒരാളായ ഷാരോൺ ബേബിയാണ് ആദ്യം പിടിയിലായത്. തുടർന്ന് അഖിൽ രാജു, അശ്വിൻ കണ്ണൻ, രാഹുൽ, ഷിജു ജോൺസൺ, മനോജ്, പ്രിൻസ് രാജേഷ്, വിഷ്ണു ജയൻ എന്നിവരും പോലീസ് വലയിലായി. ഇതിൽ അഖിൽ രാജുവും വിഷ്ണു ജയനും കാപ്പ കേസ് പ്രതികളാണ്. ആയുധമെടുത്തവൻ
ആയുധത്താൽ തന്നെ നശിക്കുമെന്ന പഴഞ്ചൊല്ല് അക്ഷരം പ്രതി ശരിയാവുകയാണ് സാജൻ സാമുവലിന്റെ ജീവിതത്തിലൂടെ. കൃത്യസമയത്തിടപെട്ട ഒരു ഓട്ടോ ഡ്രൈവറുടെ സമയോചിതമായ തീരുമാനവും കാഞ്ഞാർ പോലീസും തൊടുപുഴ ഡിവൈഎസ്പിയും നടത്തിയ അന്വേഷണവുമാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഈ കൊലയാളി സംഘത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നത്. കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് ആർക്കും ആയുസില്ല എന്ന ഓർമ്മപ്പെടുത്തലോടെ കുറ്റവും ശിക്ഷയും ഇനി നാളെ ഇതേ സമയം. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.